നമുക്കിനി മലബാറിലേക്ക് പോകാം. അവിടെ കാത്തിരിക്കുന്നത് നിലമ്പൂരിൽ ആരാകും എന്നതാണ്. എം സ്വരാജോ, ആര്യാടൻ ഷൗക്കത്തോ, PV അൻവറോ എന്ന ചോദ്യം തന്നെയാണ്. ജനവിധി അറിയാൻ ഏതായാലും ഒരു നാൾ മാത്രമാണുള്ളത്. തിങ്കളാഴ്ച നടക്കുന്ന വോട്ടെണ്ണലിൽ പ്രതീക്ഷയോടെ മുന്നണികൾ ഉറ്റുനോക്കുകയാണ്. ഇരു മുന്നണികളും വിജയം അവകാശപ്പെടുമ്പോൾ അൻവർ ക്യാമ്പിനും തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. സാനിയോ മനോമിയാണ് ചേരുന്നത്. സാനിയോ, എന്താണ് ഇപ്പോൾ കൂട്ടിയും കിഴിച്ചും ഒക്കെ കഴിഞ്ഞോ? കണക്കുകൾ ആർക്കനുകൂലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് വിനിത. കണക്കുകൾ കൂട്ടിയും കിഴിച്ചും ആകെപ്പെട്ട അവസ്ഥയിലാണെന്ന് തോന്നുന്നു മുന്നണികൾ. കാരണം PV അൻവർ എത്ര വോട്ട് പിടിക്കും എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും മുന്നണികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു വിവരം കിട്ടിയാൽ മാത്രമാണ് അത് ഏത് ക്യാമ്പിൽ നിന്നാണ് പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആരുടെ വോട്ടാണ് നഷ്ടപ്പെട്ടിരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ആ വ്യക്തത വന്നാൽ മാത്രമേ എത്ര വോട്ട് തങ്ങൾക്ക് പിടിക്കാനാകും, അല്ലെങ്കിൽ അവരെക്കാട്ടിൽ എത്ര വോട്ട് കിട്ടും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരികയുള്ളൂ. ഏതായാലും ഈ കാര്യങ്ങളൊക്കെയും അറിയണമെങ്കിൽ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയാവുന്നത് എന്നുള്ളതാണ്. 23-ാം തീയതി ചുങ്കത്തറ വെച്ച് വോട്ടെണ്ണുമ്പോൾ ആരായിരിക്കും നിലമ്പൂർ പിടിക്കുക എന്നുള്ളത് മാത്രമാണ്. നിലമ്പൂർ തേക്കിൻ്റെ കാതലുള്ള ആ നിലമ്പൂർ പിടിക്കാൻ കഴിയുന്നത് ആർക്കായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും എല്ലാ മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിലാണ്. LDFനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ LDF വളരെ നേരിയ മാർജിനിലാണെങ്കിലും ജയിച്ചു കയറാമെന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം തന്നെയാണ് വച്ചു പുലർത്തുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ ആദ്യ റൗണ്ട് വോട്ടെണ്ണുന്ന കേന്ദ്രങ്ങളിൽ UDF കേന്ദ്രങ്ങളാണെങ്കിൽ കൂടിയും അവിടെയും കൃത്യമായ ലീഡ് ഉയർത്താൻ ആകും എന്നുള്ളതാണ് LDFിൻ്റെ ഒരു കണക്കുകൂട്ടലെന്ന് പറയുന്നത്. അതേസമയം UDFും ഒരു 5000-ൽ കുറയാത്ത വോട്ടിന് ലീഡിൽ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് നിലനിർത്തുന്നത്. എന്നാൽ അൻവറിൻ്റെ ആത്മവിശ്വാസമാണ് കുറച്ചുകൂടി വലുതായി നമുക്ക് പറയേണ്ടത്. 75,000 വോട്ടിൽ കുറഞ്ഞ ഒന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് അത്ര വോട്ട് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നുമില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ അറിയാൻ ഇനി ഒരൊറ്റ ദിവസം കൂടി മാത്രം കാത്തിരുന്നാൽ മതി. അത് കഴിഞ്ഞ് ഒരു 10 മണിയോടുകൂടി 23-ാം തീയതി 10 മണിയോടുകൂടി നമുക്ക് ആ വിവരങ്ങളിലേക്കൊക്കെ എത്താൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ്. സാനിയ, അവിടെ മഴയുണ്ടോ? ഇന്നിപ്പോൾ മലപ്പുറത്തൊക്കെ നല്ല മഴയാണെന്ന് പറയുന്നു. സാനിയ നിൽക്കുന്നിടത്ത് മഴയൊന്നും കാണുന്നില്ല, തെളിഞ്ഞ കാലാവസ്ഥയാണല്ലേ? ഞാനിപ്പോൾ ബീച്ചിലാണ്, കോഴിക്കോട് ബീച്ചിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു യോഗ ഡേ പരിപാടി തുടങ്ങാനുള്ള ആ ഒരു ഒരുക്കത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. ഏതായാലും ഇവിടെ ഇപ്പോൾ മഴയൊന്നുമില്ല. മഴ പെയ്യാതിരിക്കട്ടെ. കാരണം ഈ യോഗ ഡേ പരിപാടി മഴ പെയ്താൽ പ്രശ്നമാകും, അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും. ഏതായാലും ആ പരിപാടി അല്പസമയം അതെ അലങ്കോലപ്പെടേണ്ട. മഴ ഇപ്പോൾ പെയ്യാതിരിക്കട്ടെ എന്ന് വിചാരിക്കാം. അല്പസമയത്തിനകം തന്നെ ഈ പരിപാടി തുടങ്ങും. അപ്പോൾ നമുക്ക് അതിൻ്റെ ലൈവിലേക്കൊക്കെ വരാം. ശരി, തീർച്ചയായും സാനിയയിലേക്ക് നമുക്ക് വീണ്ടും എത്തണം.